ഒരു സാങ്കല്പിക റെയിൽവേ ക്രോസ്. അവിടേക്ക് എത്തിപ്പെടുന്ന മൂന്ന് വ്യത്യസ്ത ആൾക്കാർ. അവർക്ക് ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ട്. ആര് പറയുന്നത് സത്യം, ആര് പറയുന്നത് കളവ് എന്ന് പരസ്പരം അവർക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഈ 3 പേര് പറയുന്ന കഥകളിലും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറുണ്ട്: ക്രൂരത. സത്യം മനസ്സിലാക്കുമ്പോൾ ഇതിൽ ആരൊക്കെ സർവൈവ് ചെയ്യും, ആരൊക്കെ കൊല്ലപ്പെടും എന്നുള്ളതാണ് അർഫാസ് അയ്യൂബ് സംവിധാനം ചെയ്ത, അർഫാസ് അയ്യൂബ് തന്നെ കഥ എഴുതി, ആസിഫ് അലിയും അമല പോളും ഷറഫുദ്ദീനും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ലെവൽ ക്രോസ് പറയുന്നത്. വെൽക്കം ബാക്ക് ടു കാപ്പി കോർണർ. ആമസോൺ പ്രൈമിൽ ലെവൽ ക്രോസ് സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പം 2-3 ആഴ്ചയായി ഫിലിം സ്ട്രീം ചെയ്യാൻ തുടങ്ങിയിട്ട്. ആദ്യം തന്നെ ഫിലിം കണ്ടിരുന്നു. തിയേറ്ററുകളിൽ ഇവിടെ റിലീസ് ഇല്ലാത്തത് കൊണ്ട് സിനിമ തിയേറ്ററിൽ തന്നെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഐ വാസ് ഈഗർലി വെയിറ്റിംഗ് ഫോർ ഇറ്റ് ടു വാച്ച് ഇറ്റ് ഇൻ OTT. ആമസോൺ പ്രൈമിൽ വന്നതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഫിലിം കണ്ടു. പക്ഷേ വീഡിയോ ചെയ്യാൻ കുറച്ച് ഡിലേ വന്നു. അപ്പം ഇതിൻ്റെ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അർഫാസ് അയ്യൂബാണ്. അർഫാസ് അയ്യൂബ് തന്നെയാണ് ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. തിരക്കഥ ചെയ്തിരിക്കുന്നത് ആദം അയ്യൂബ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് രമേഷ് പി പിള്ള. ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ ഇവരെ കൂടാതെ ലാൽ ജോസ് ഒരു ക്യാമിയോ വേഷത്തിൽ ഫിലിമിലെത്തുന്നുണ്ട്. പിന്നെ 1-2 ക്യാരക്ടേഴ്സ് മാത്രമേ ഫിലിമിലുള്ളൂ. വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമായിട്ട് ട്യൂണീഷ്യയിലാണ് ഈ ഫിലിം ഷൂട്ട് ചെയ്തത്. ആ ഒരു റെയിൽവേ ക്രോസ് കംപ്ലീറ്റ്ലി ട്യൂണീഷ്യയിലാണ് ഇവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫി ബൈ അപ്പു പ്രഭാകർ. വളരെ മനോഹരമായ വിഷ്വൽസാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അടിപൊളി വിഷ്വൽസാണ്. കാരണം വളരെ മനോഹരമായിട്ട് ആ ഒരു റെയിൽവേ ക്രോസും അതിന് ചുറ്റപ്പെട്ട ഒരു മരുഭൂമി പ്രദേശമാണ്. ഇതെല്ലാം കംപ്ലീറ്റ്ലി വളരെ മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് ബൈ ദീപു ജോസഫ്, മ്യൂസിക് ബൈ വിശാൽ ചന്ദ്രശേഖർ. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അഭിഷേക് ഫിലിംസാണ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ദുൽഖറിൻ്റെ വേഫെയർ ഫിലിംസാണ് പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയ ഒരു ഫിലിം, തിയേറ്ററിൽ വന്ന് അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയ ഒരു ഫിലിം തന്നെയാണ് ലെവൽ ക്രോസ് എന്ന് പറയുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ വളരെ മനോഹരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു ഹോളിവുഡ് സ്റ്റൈൽ, അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് ഫിലിംസിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള അടിപൊളി ക്രാഫ്റ്റാണ് ഈ ലെവൽ ക്രോസ് എന്ന് പറയുന്നത്. എടുത്തു പറയേണ്ടത് ആസിഫ് അലിയുടെ പെർഫോമൻസ് ആണ്. ഈ വർഷം തുടങ്ങിയതിന് ശേഷം വളരെ വ്യത്യസ്തമായ മനോഹരമായ ക്യാരക്ടേഴ്സാണ് ആസിഫ് അലിയെ തേടി എത്തിയിരിക്കുന്നത്. തലവനിലൂടെ ഒരു എന്താ പറയുക, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടറായിരുന്നെങ്കിൽ അഡിയോസ് അമീഗോയിൽ വളരെ നാച്ചുറലായിട്ട് ഒരു ഭയങ്കര ഇമോഷണലായിട്ടുള്ള ഭയങ്കര ഒരു സാധാരണക്കാരനായ ഒരു പണക്കാരൻ്റെ ക്യാരക്ടർ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് വളരെയധികം വാല്യൂ കൊടുക്കുന്ന ഒരു ആളുടെ ക്യാരക്ടറായിട്ട് മനോഹരമായിട്ട് ആസിഫ് അലി പെർഫോം ചെയ്തിരുന്നു. അതുപോലെ ലെവൽ ക്രോസ് വളരെ ഡിഫറെൻ്റായിട്ട് വളരെ പക്ക ഡിഫറെൻറ്റ് ലുക്കിൽ കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ എന്താ പറയുക ആസിഫ് അലി ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ വർഷം വന്ന കിഷ്കിന്ദ കാണ്ഡമായാലും എല്ലാ ഫിലിംസിൽ നിന്നും മാറി വളരെ വ്യത്യസ്തമായൊരു ക്യാരക്ടറാണ് അദ്ദേഹം കിഷ്കിന്ദ കാണ്ഡത്തിലും ചെയ്തത്. വളരെ മെച്യൂർഡ് ആയിട്ടുള്ളൊരു ആക്ടിംഗ് ആണ് ആസിഫ് അലിയിൽ നിന്ന് കാണുന്നത്. കാരണം കഴിഞ്ഞ വർഷം വരെ ഇറങ്ങിയ ഫിലിംസിൽ ഇടയ്ക്ക് 1-2 ഫിലിംസ് വളരെ മനോഹരമായിട്ട് പുള്ളി ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും അതിനുശേഷം വന്ന കുറേ ഫിലിംസ് വീണ്ടും പഴയ രീതിയിലേക്ക് ഒരു പ്രോപ്പർ സെലക്ഷനൊന്നും ഇല്ലാതെ എന്ത് കിട്ടിയാലും സെലക്ട് ചെയ്യുന്ന രീതിയിൽ ടൈപ്പിലുള്ള ഒരു ക്യാരക്ടേഴ്സ് ആയിരുന്നു പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ 2024 ഈസ് ഡെഫിനറ്റ്ലി ആസിഫ് അലിയുടെ വർഷമാണ്. കാരണം വളരെ മനോഹരമായിട്ട് വളരെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് പുള്ളിക്ക് കിട്ടിയൊരു വർഷമാണ്. ഇതേ രീതിയിൽ പുള്ളി കണ്ടിന്യൂ ആണെങ്കിൽ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരുപാട് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഫിലിംസ് വളരെ മിനിമം ഗ്യാരണ്ടി ഉള്ള ഫിലിംസായിട്ട് മാറുന്ന ഒരു ആക്ടറായിട്ട് മാറാൻ ആസിഫ് അലിക്ക് കഴിയും. പിന്നെ അതുപോലെ അമല പോളും വളരെ കുറച്ച് ഫിലിംസ് മാത്രമേ മലയാളത്തിൽ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ റീസെൻ്റായിട്ട് പുള്ളിക്കാരി ഒരുപാട് ഫിലിംസ് ഒന്നും കമ്മിറ്റ് ചെയ്യുന്നുണ്ടില്ല. പക്ഷേ എടുക്കുന്ന ക്യാരക്ടേഴ്സ് വളരെ നല്ല മനോഹരമായിട്ടുള്ള നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് പുള്ളിക്കാരി എടുത്തിരിക്കുന്നത്. ഇതിലും വളരെ പെർഫോമൻസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആസിഫ് അലി ചെയ്ത ചൈതാലി എന്ന് പറയുന്നൊരു ക്യാരക്ടർ. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേരാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പേരാണ് ഈ ചൈതാലി എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ട് പുള്ളിക്കാരി അത് ചെയ്തിട്ടുണ്ട്. ഷറഫുദ്ദീൻ ആദ്യം കുറച്ച് പോർഷൻസിൽ ഒരു ബാക്ക് സ്റ്റോറിയിൽ കാണിക്കുമെങ്കിലും പിന്നെ
ഒരു ലാസ്റ്റ് ഇടയ്ക്കൊരു 10-15 മിനിറ്റോളം പുള്ളിക്കാരന് പെർഫോം ചെയ്യുന്ന ഒരു സ്പേസ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 90% ഫിലിം ആസിഫ് അലിയും അമല പോളിനെയും കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയാണ് ഫിലിം പോകുന്നത്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഷറഫുദ്ദീനും ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു അടിപൊളി ത്രില്ലർ മൂഡിലുള്ള ഫിലിമാണ്. ത്രില്ലർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും ത്രില്ലറുമായിട്ട് കൺസിഡർ ചെയ്യുന്നത് കൂടുതലും കേസ് അന്വേഷണവും അല്ലെങ്കിൽ മർഡർ ഇൻവെസ്റ്റിഗേഷനും അത്തരത്തിലുള്ള ഫിലിംസാണ് നമ്മൾ കൂടുതലും ത്രില്ലറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ നമ്മളെ എൻഗേജ് ചെയ്യിച്ച് നമ്മളെ പിടിച്ചിരുത്താൻ കഴിയുന്ന അല്ലെങ്കിൽ അടുത്ത സീനിൽ എന്താകും എന്ന് നമുക്കൊരു ഫീലിംഗ് തരുന്ന തരത്തിലുള്ള ഫിലിംസിനെയാണ് ഞാൻ ത്രില്ലർ എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതാണ് ഒരു ത്രില്ലർ ജോണറിൽ പെടുത്തുന്ന ഫിലിംസ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു അടിപൊളി ത്രില്ലർ മൂവിയാണ് ലെവൽ ക്രോസ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും ഫിലിം ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. ഇത്തരത്തിലുള്ള ഫിലിംസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഫിലിം എന്തൂസിയാസ്റ്റ് ഉണ്ട്. അവർക്ക് ഡെഫിനറ്റ്ലി മസ്റ്റ് വാച്ച് മൂവിയാണ് ഈ ലെവൽ ക്രോസ് എന്ന് പറയുന്നത്. വളരെ ഡിഫറെൻ്റ് ഫിലിംസ് കാണാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഹോളിവുഡ് സ്റ്റൈൽ ത്രില്ലേഴ്സ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് മൂവി ഈസ് യുവർ കപ്പ് ഓഫ് ടീ. ബാക്കി ഫാമിലീസിനെയൊക്കെ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ, അവർ കണ്ടിട്ട് അഭിപ്രായം പറയണം. പക്ഷേ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ റിയലി ഗുഡ് വാച്ച്. നിങ്ങൾക്ക് നിങ്ങൾക്ക് OTTയിൽ ആമസോൺ പ്രൈമിൽ ഫിലിം സ്ട്രീം ചെയ്യുന്നുണ്ട്. അതിൽ കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റുന്നൊരു ഫിലിമാണ് ലെവൽ ക്രോസ് എന്ന് പറയുന്നത്. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.